ഓം ശാന്തി. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം വളരെ വർഷങ്ങളായി മനുഷ്യരുടെ മാനസിക അവസ്ഥയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി രാജയോഗ ധ്യാനം, സഹജമായ ഈശ്വരീയ ജ്ഞാനം ലോകത്തൊട്ടാകെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രമുഖ വിങ്ങുകളിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന, മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ വി ഗിരീഷ് നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സർവീസ് ആക്ടിവിറ്റീസ് ബ്രഹ്മകുമാരീസിൽ നടക്കുന്നത്, ഇതുകൊണ്ട് സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ളവർക്ക് എന്ത് ലാഭമുണ്ടാവുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ഗിരീഷ് ഭായിജിയോട് സംസാരിക്കാം. Most welcome to this program, Girish bhai. So my first question is, I'll start with emotional management. You are doing a lot of programs. Okay, so how far, the question is, how far emotions play a prominent role in our life? അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? If you divide the word emotion, it comes to E-motion. E പറഞ്ഞാൽ it's the energy in motion, and emotionൻ്റെ basis is my thoughts, നമ്മളുടെ വിചാരങ്ങൾ. So emotions are nothing but manifestations of my thoughts, and it is said these emotions play a very vital role in every aspect of my life. Be it my professional excellence ആയാലും ശരി, നമ്മളുടെ വീട്ടിലെ റിലേഷൻഷിപ്പിലായാലും ശരി, നമ്മൾ ഹെൽത്ത് റീസൺസ് നോക്കിയാലും ശരി. ടുഡേ മെഡിക്കൽ സയൻസ് ഇസ് ഡൂയിങ് ലോട്ട് ഓഫ് റിസർച്ച്. അവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ നമ്മൾ ഇമോഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ലൊരു ചൊല്ലുണ്ട്. ഇറ്റ് സേസ് ഡോക്ടർ ട്രീറ്റ്സ്, ഗോഡ് ക്യൂർസ് ആൻഡ് ഐ ഹീൽ. ഈ ഐ ഹീലിംഗ് ഇസ് ദ മിസ്സിംഗ് ഡയമെൻഷൻ. ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് നല്ലത് ചെയ്യുന്നുണ്ട്, ഗോഡ് നമ്മളെ ക്യൂറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറൻസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആധാരം എന്താ വെച്ചാൽ നമ്മളെ ഹീൽ ചെയ്യുന്നില്ല. ആൻഡ് വെൻ ഐ സേ ദ ഹീലിംഗ് പവർ ഇസ് നത്തിങ് ബട്ട് മൈ ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻസ് നമ്മളെ ഹെൽത്തി ആയിട്ട് മാറ്റും, നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ അൺഹെൽത്തി ആയിട്ട് മാറ്റും. ഈ ഇമോഷൻസിൻ്റെ ആധാരം ഈസ് മൈ തോട്ട്സ്. So if I become positive and thought process positive ayale, it will lead to positive emotions. Like ipo sneham, sandosham. Correct. Say for example, I love my job. ഞാൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്. ഞാനത് നല്ലപോലെ സ്നേഹത്തോടെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ it will have a lot of positive effect on my health, on my relationship. അതേ സ്ഥാനത്തിൽ ഞാൻ വളരെ നെഗറ്റീവായിട്ട്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, വളരെ അണ്ടർ സ്ട്രെസ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ജോലി ചെയ്തേ പറ്റൂ. എന്താ വെച്ചാൽ ദാറ്റ്സ് മൈ ലൈവ്ലിഹുഡ്. അപ്പം ചെയ്യുന്ന സ്ഥിതിക്ക് വൈ കാൺട്ട് ഐ ഡു ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് ലവ്? ഈ ലവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ലോട്ട് ഓഫ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ മൈ ഫിസിക്കൽ ഹെൽത്ത്, മൈ ഇമോഷണൽ ഹെൽത്ത്, my interpersonal health. I'll give you a small example. ഞാനൊരു സത്യ ഉദാഹരണം നിങ്ങൾക്ക് പറയാം. I was doing a program in Indore. It was for a medical college called as Index Medical College. അവിടെ ഞാൻ എൻ്റെ പ്രോഗ്രാം ഫിനിഷ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. He asked me, in India, women are more prone to cancer. And that too, very high incidence of cervical cancer, breast cancer. അപ്പം ഈ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറേ അധികമുണ്ട്. സോ ഞാൻ പറഞ്ഞു, ഐ എം സോറി, ഞാനൊരു മെഡിക്കൽ ഡോക്ടർ അല്ല, എനിക്ക് ഇതിൻ്റെ പറ്റി അധികം വിവരം അറിയില്ല, പക്ഷേ ഇതൊരു സത്യാവസ്ഥയാണ്. പിന്നെ ആ ഡോക്ടർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ഹ്യൂമൻ ബോഡിയിൽ എസ്പെഷ്യലി ഫോർ എ വിമൻ, from the top of the head to the bottom of your leg, that is the toe, I have a lot of system.
I have my circulatory system, I have my respiratory system, I have my digestive system. പക്ഷേ ഈ ഭാഗത്തിലൊന്നും ഹൈ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? വൈ very high cancer of cervix, why very high cancer of breast cancer? I said, I'm sorry, I don't know. So the doctor said, these organ system, that is the breast, the gynecological body parts, they are primarily governed by, they are supported by, they are nourished by, they are nurtured by hormones. Okay, then what? Then he said the hormonal secretion in the human body, that is done primarily by the endocrine system. That is the hypothalamus, the pituitary, the pineal, the thyroid, the parathymus, thymus, pancreas. ഇതെല്ലാം endocrine system ആണ്. അപ്പോൾ ഈ endocrine system right quantity of hormones secrete ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ organ system എല്ലാം ശരിയാവും. If I have some issues, അതിൻ്റെ അർത്ഥം ഈ organ system, that is my endocrine system, അത് ശരിയായ ക്വാണ്ടിറ്റിയിൽ ഹോർമോൺ സീക്രറ്റ് ചെയ്യുന്നില്ല. ഐദർ എക്സസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്നത്. I said, so what? Then he asked me a wonderful question. അവരെന്നോട് ചോദിച്ചു, ഈ എൻഡോക്രൈൻ സിസ്റ്റം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ ആധാരം എന്നാണ്? If my endocrine system has to work in balance, neither excess hormones nor less hormones, then that is based on what? I said, I don't know. Then a doctor എന്നോട് പറഞ്ഞു, ബ്രദർ, ഇതാണ് നിങ്ങൾ 2 മണിക്കൂർ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഞാനെന്താ പറഞ്ഞത്? Then he told me, brother, you were speaking on a topic called as emotional intelligence. I said, then what? അപ്പോൾ ആ ഡോക്ടർ പറയുന്നത്, ഈ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ബാലൻസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആധാരം എൻ്റെ ഇമോഷൻസ് ആണ്. ദാറ്റ് ഈസ്, ഇഫ് ഐ എം പീസ്ഫുൾ ഒരു പോസിറ്റീവ് ഇമോഷൻ ആണ്. ലവ് ഈസ് എ പോസിറ്റീവ് ഇമോഷൻ. പവർ ഈസ് എ പോസിറ്റീവ്, ശക്തി ഈസ് എ പോസിറ്റീവ് ഇമോഷൻ. പ്യോറിറ്റി ഈസ് എ പോസിറ്റീവ് ഇമോഷൻ. ഞാൻ എൻ്റെ 24 മണിക്കൂർ ഈ ഇമോഷൻസ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ the effect on my physical health will also be very positive. അതാണ് നമ്മൾ റിസർച്ചിൽ കണ്ടെടുത്തുന്നത്. ഇന്ത്യൻ വിമൻ പ്രൈമറിലി അവർക്കൊരു ഇങ്ങനത്തെ ഒരു നേച്ചറുണ്ട്, അവരുടെ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് വെരി ഹൈ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ, വെരി ഹൈ ഇൻസിഡൻസ് ഓഫ് ആർത്രൈറ്റിസ് പ്രോബ്ലം, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഇമോഷൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ മരുന്നും ഇതെല്ലാം കഴിക്കുന്നുണ്ട്. സോ ഇഫ് വി ക്യാൻ ബി ഇമോഷണലി പോസിറ്റീവ്, അപ്പോൾ മരുന്നിൻ്റെയും എഫക്റ്റ് നല്ലതാവും, പിന്നെ നമ്മൾ കുറേ ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ വികാര വിക്ഷോഭങ്ങൾ, എക്സ്പ്ലോഷൻസ് ഉണ്ടാവാതെ നോക്കണം. എസ്പെഷ്യലി ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നു. ഇപ്പോൾ സാധാരണ ഇമോഷണൽ എക്സ്പ്ലോഷൻ വരുന്നത്, ഇപ്പോൾ സപ്പോസ് സംബഡീസ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ these are instances where I feel this. So what should I do in such instances when I am sure I haven't done anything but still the person is accusing me? So how can I keep my cool? Very good. I mean, this is a very valid question, and it's one of the most disturbing questions to every person who has to handle this situation. I'll give you a wonderful tip. ഇതാണ് നമ്മൾ ബ്രഹ്മകുമാരീസിൽ we say the Almighty Godfather Shiva gives us those learnings and tips. I'll share it with you. For example, if it is raining outside, പുറത്ത് മഴ പെയ്യുന്നുണ്ട് വിചാരിച്ചോ, ആ മഴയത്ത് ഞാൻ നനയണ്ട, ഐ നീഡ് നോട്ട് ഗെറ്റ് ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ വാട്ടർ, ബട്ട് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണം, പക്ഷെ മഴ നനയാനും പാടില്ല. ആ സ്ഥിതിയിൽ ഞാൻ എന്താ ചെയ്യുക? Fantastic. Will I do holding a ധ്യാന മുദ്ര, ഒരു കാലിൽ നിന്നിട്ട് ഞാൻ മന്ത്രം ചൊല്ലുക, ഹോ ഇന്ദ്രദേവായ നമഃ, പ്ലീസ് സ്റ്റോപ്പ് ദ റെയിൻ, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ വാട്ടർ? I mean, this is stupidity. Doesn't make sense. Doesn't make sense, absolutely. But the sensible aspect is, what I will do, common sense is, ഞാൻ റെയിൻ കോട്ട് ഇടും, ഇല്ലെങ്കിൽ അംബ്രേല യൂസ് ചെയ്യും. Question, brother, ഞാൻ മഴ, ദാറ്റ് ഈസ് ക്ലൗഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ മന്ത്രം ചൊല്ലിയിട്ട്? ഇല്ല.
ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ മേലെ കാര്യം ചെയ്യാൻ പറ്റുമോ? Can I work on to myself of opening an umbrella or wearing a raincoat? Yes? Then I can do. That I can do. That means in every situation, the outside circumstances are beyond my control. I can be in complete control of myself. Can I start working with myself? For example, നിങ്ങളൊരു ചെറിയ കുട്ടീനെ കണ്ടിട്ടുണ്ടോ? റെയിൻകോട്ട് ഇട്ടിട്ട് ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുവാന്ന്. എങ്ങനെയാണ് വീട്ടിലേക്ക് വരൽ? ഹൗ ഡസ് ദ ചൈൽഡ് കം ഹോം? ഹി ഈസ് വെയറിങ് ദ റെയിൻകോട്ട് ആൻഡ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ഇറ്റ്സ് റെയിനിങ് വെരി ഹെവിലി. ആ കുട്ടി ഡാൻസ് ചെയ്തിട്ട് ചളി വെള്ളത്തിൽ കളിച്ചിട്ട് ഹി ഈസ് എൻജോയിങ് ബിക്കോസ് ഹി ഹാസ് നെവർ സീൻ സച്ച് റെയിൻ. ആ ചിരിച്ചോണ്ടും കളിച്ചിട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തിനോ കളിച്ചിട്ട് വരുന്ന പറയട്ടെ. എന്താ വെച്ചാൽ ഈ കുട്ടി വീട്ടിലെത്തിയ സ്ഥിതിക്ക് നോക്ക് നോക്ക് നോക്ക്, വീട്ടമ്മ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്ന സ്ഥിതിക്ക് അമ്മ ചീത്ത പറയില്ല. അമ്മ എപ്പോഴും ചീത്ത പറയില്ല? വെൻ വുഡ് ദ മദർ ഗെറ്റ് ആംഗ്രി? വെൻ ദ കിഡ് കംസ് ഹോം കംപ്ലീറ്റ്ലി ഡ്രെഞ്ച്ഡ്. പക്ഷേ ഈ ചെറിയ കുട്ടിക്ക് അറിയാം ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, ഇനി എത്ര മഴ പെയ്താലും ശരി, he is confident that I am safe inside. Similarly, the rainwater of my life, it could be that the other person is not understanding. I know that I have not done any mistake, but he doesn't know, and he, like a rainwater, is pouring his anger onto me. If I have not supposed to get affected, അതെന്നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ അവരെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത്. അവരോട് തിരിച്ചിട്ടല്ല പറയേണ്ടത്, ദേഷ്യപ്പെട്ടിട്ട് ഫ്രസ്ട്രേറ്റ് ആയിട്ട് നിങ്ങളെന്താ ഇങ്ങനെ വിചാരിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. വാട്ട് ക്യാൻ ഐ ഡു? ദ ബെസ്റ്റ് ടെക്നീക്ക് ഇസ്, ക്യാൻ ഐ വെയർ എ റെയിൻകോട്ട്? അവർ പറയുന്നുണ്ട്, ഐ എം കോൺഫിഡൻറ്റ് ബാക്ക് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഐ എം സേഫ് ഇൻസൈഡ്. മേ ബി ഇന്നില്ലെങ്കിൽ നാളില്ലെങ്കിൽ മറ്റന്നാൾ അവർക്ക് അറിയും എന്താ ഞാൻ ചെയ്തിട്ടില്ല. ഐ മീൻ ഇറ്റ്സ് ഓക്കെ. Can I maintain my cool? And that is where we in Brahma Kumari say, this is one of the strongest and the objective of Brahma Kumaris. Through self-transformation, I want to bring about a world transformation. Malayalathl through എങ്ങനെയാ പറയുന്നത്? സ്വപരിവർത്തനോടെ ലോകം. So logam, I mean it's I don't know, but at least my family life would become good. And how the basis is, can I change? So when I change my thought processes, that you are not in control, let me control myself. So when I control my thoughts is the manifestation for your emotion. Ipan ഞാൻ ഇപ്പം peaceful ആണ്, അപ്പോൾ automatically my emotion, energy in motion, E-motion, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്, if my flow of energy, ദേഷ്യം, you are actually spending energy. Frustration, energy. Fear, പേടി, that's your flow of energy. പിന്നെ at the end of the day ഞാൻ ടയേർഡ് ആവുന്നുണ്ട്, എന്താ വെച്ചാൽ ഞാൻ എനർജി വേസ്റ്റ് ചെയ്യാണ്. If the same can be channelized to positive emotion like being at ease, being at peace, operating my life out of love, no insecurity, no fear, ആ പോസിറ്റീവ് എനർജി തോട്ട്, പോസിറ്റീവ് ഇമോഷൻ ആകുമ്പം അതുകൊണ്ട് നമുക്ക് കുറേ നമ്മളുടെ ഹെൽത്തി ആയിട്ട് മാറ്റാൻ പറ്റും. It's really good. That is, ഈ പ്രശ്നങ്ങളെല്ലാം it is like the outside weather, and you need to, rather than taking control of the outside thing, നമ്മളെ തന്നെ. This is very good, but how far is this possible for a layman? Absolutely. I mean, it's a very valid question. But ഇതിന് ആൻസർ ഞാൻ ഒരു വേറെ സ്റ്റൈലിൽ തരാം. ലേമൻ ആയാലും ശരി, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയാലും ശരി, ഓർ ഫോർ ദാറ്റ് മാറ്റർ എനി പേഴ്സൺ, ഒരു വീട്ടമ്മ ആയാലും ശരി, കുട്ടിയായാലും ശരി, അച്ഛനായാലും ശരി, ഓഫീസിൻ്റെ സീനിയർ മാനേജർ ആയാലും ശരി, what choice do you have? And when you look at choices, ഇപ്പം ജീവിതത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ആ പ്രശ്നങ്ങളില്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ മാക്സിമം എനർജി ആ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ നോക്കുവാണ്. ബിക്കോസ് ഐ ഹവ് ക്യാരിഡ് ആൻ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയാണ് എൻ്റെ ബിലീഫ് പാറ്റേൺ ഇതുവരെ ബിൽഡപ്പ് ആയത്. ആ ബിലീഫ് പാറ്റേൺ ഞാൻ കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പറഞ്ഞ മാതിരി
situations are never responsible for my pain or my suffering. It is my responses to the situation is responsible for the cause of my pain. In either layman ayallu sheri illengil oru professional ayallu sheri, the moment I start focusing on to myself, ഇതിൽ കുറച്ചൊരു പ്രാക്ടീസ് വേണം, ഇതിൽ കുറച്ചൊരു എഫേർട്ട് വേണം. So I've heard you're giving meditation. So how ഇപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, അവർ എന്തൊക്കെ എനിക്ക് എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി? I think the first step is നമുക്ക് ഈ willingness വേണം. I want to lead a very peaceful, a very contented, a very loving, a very successful life. A willingness ഉണ്ടെങ്കിൽ then I need to learn the actual vidhi ഉള്ള technique of meditation. ഞാൻ അത് പഠിക്കണം. അതും ഒരു formal training. For example, നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം. I mean, you want to learn driving. നിങ്ങൾ formal training എടുത്തിട്ടുണ്ടോ? No. Formal training in the sense you will go to a driving school, or maybe your dad will teach you. So you have a lot of inputs of a clutch and a brake and an accelerator, the gear, the steering, your adjustment power. So someone has told you and taught you. So it requires a little formal training. Say for example, I go to school and learn, and I know that being trained in this school and college, I'll become an engineer, I'll become a doctor. Adu madiri thanne in Brahma Kumari's institution, we expertise in this technique of meditation. So once I go to a Brahma Kumari center, avade namakku the step by step process of meditation namakku padikkan pattum. Now we need to understand ee meditation parna oru endha paraya, it's not a key that a meditation cheyidu njan sheriyayi. Why? Because വിചാരിച്ചോ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ 1 മണിക്കൂറിൻ്റെ മെഡിറ്റേഷനിൻ്റെ ക്വാളിറ്റി will depend on the 23 hours how I spend. So it is a total absolutely. So if you say what preparation I need to do so that I actually experience the deep realization of meditation of the soul and the supreme soul, a 1 manikkurinte wonderful experience depends on my 23 hours. So the churukangal ningal paranjathu, we need to play with a lot of tools. For example, I go to my office and let us assume for some reason someone gets angry at me. ആ സമയം ഞാൻ എങ്ങനെ ആ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ ഞാൻ ടൂൾസ് യൂസ് ചെയ്യുന്നു. സപ്പോസ് ആസ് ഐ സെഡ് ദാറ്റ് ഞാൻ റെയിൻ കോട്ട് ഇടുന്നു, ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുന്നു, ആൻഡ് ഐ ഡോണ്ട് റിട്ടേണിൽ ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നില്ല, ഞാൻ ആ മാറ്ററിനെ സിമ്പിളാക്കി ആ സ്ഥിതിക്ക് വൈകുന്നേരം 7 മണി തൊട്ട് 8 മണി വരെ മെഡിറ്റേഷൻ ചെയ്യുമ്പം അയാൾ ഓർമ്മ വരില്ല. Then I will not get disturbed during that 1 hour of meditation. Automatically your level of concentration goes up, and in meditation you get all the powers from the supreme energy. A powers kittunna sthidiki you will be in turn be able to handle your 23 hours. So the tools what we teach in Brahma Kumaris, adu vannittu korchu padichal I think you will be able to. So meditation cannot be segregated from normal life, it has to be part of your 24-hour schedule. Okay, thank you very much Girish bhai. So it has been a wonderful conversation. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. മോഷൻ, എനർജി ഇൻ മോഷൻ, അതിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് അവർ ലൈഫ് ക്യാൻ ഗെറ്റ്, ഏത് വഴിക്കും അത് പോവാം. എനർജി ശരിയായി യൂസ് ചെയ്യുന്നവർ ദേ വിൽ ഗെറ്റ് ബെറ്റർ. അതിനെ ചാനലൈസ് ചെയ്യാൻ കഴിയാത്തവർ ദേ വിൽ ഫൈൻഡ് ദെയർ ലൈഫ് into little difficult. Yes. So thanks a lot for this conversation. Thank you very much. I enjoyed talking to you. Thank you. Shanti, wishing all the viewers to have a very wonderful life. Okay, thank you very much.